ഹായ്, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ കുറച്ച് കുക്കിംഗ് പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു തട്ടിക്കൂട്ട് കറിയാണ്. കോട്ടയം ജില്ലയിലൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കണേ. അപ്പോൾ അത് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് വെക്കുന്നത് തക്കാളിക്ക ഉണക്കമീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വാഴയ്ക്ക, ഉണക്കമീനകത്ത് വാഴയ്ക്ക ഇടും. പിന്നെ വേറെ ഒരു സൈസ് പേയങ്കായ ഇടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ഉണക്കമീൻ കറി വെക്കുന്നത്. അപ്പോൾ ഇതാണ് തക്കാളിക്കയും സവോളയും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളിക്ക ഒന്ന് അരിഞ്ഞെടുക്കാവേ. എനിക്ക് മറ്റേ സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം ഞാൻ ജനലിൽ വെച്ചാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തക്കാളിക്ക അരിഞ്ഞെടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കുനാന്നരിയണം, കുഞ്ഞു കുഞ്ഞു കുനാന്ന്. എനിക്ക് മറ്റേ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എഡിറ്റൊക്കെ ചെയ്തിടണ്ടേ. അപ്പോൾ അത് കാരണം വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം, നിങ്ങളെ കാണിക്കാം, അരിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ തക്കാളിക്ക, പച്ചമുളക്, സവാള എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീനിച്ചട്ടിയല്ല കേട്ടോ, നമ്മുടെ കറിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടി വരട്ടെ, എന്നിട്ട് നമുക്കിതിട്ട് വഴറ്റാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തെ നമുക്കിതിട്ട് കൊടുക്കാം. എല്ലാം ഒരു കൈ കൊണ്ടാണ് എൻ്റെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ കിടന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ല പാരക്കുട്ടിയാണ് കേട്ടോ, വറ്റക്കുഞ്ഞാണ്. ഇതിനിവിടെ 1 കിലോയ്ക്ക് 80 രൂപ. അപ്പോൾ ഇതിൻ്റെ വാലും തലയും കുടലും ഒക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരാം. ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഉണക്കമീനകത്ത് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചക്കാക്കുവാണേ. അപ്പോൾ നമ്മുടെ തക്കാളിക്ക നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, കാണിക്കാവേ. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണേ. അതായത് ഒത്തിരി പേസ്റ്റ് പോലെ അരയാതെ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ഈ വഴണ്ട് വന്നിരിക്കുന്ന തക്കാളിക്കകത്തേക്ക് നമ്മൾ ഇതിൻ്റെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് തിളക്കട്ടെ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇടണം. അപ്പം ഉണക്കമീൻ അധികം വേവില്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. കറി തിളച്ചിട്ടുണ്ട്, നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറി റെഡി.